السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികൾ, സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അർഹമുർറാഹിമീനായ റബ്ബിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പാലിക്കണേ എന്ന് ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മുത്തഖികളുടെ കൂട്ടത്തിൽ സൂക്ഷ്മത പാലിക്കുന്നവരുടെ ഭാഗ്യവാന്മാരുടെ ഗണത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം സഹാബത്തിൻ്റെ കൂടെ നിന്നുകൊണ്ട് ചോദിക്കുകയുണ്ടായി, അലാ ഉഖ്ബിറുക്കും ബി ഖൈരിക്കും മിൻ ശർരിക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ, മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ആളുകൾ, അള്ളാഹുവിന് ഇഷ്ടമുള്ള, പരലോകത്ത് വിജയിക്കുന്ന ആളുകളെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? അഥവാ ഒരുപാട് മോശക്കാരുടെ, ഇനി പറയാൻ പോകുന്ന നല്ലവർ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പരിചയപ്പെടുത്തിയ ആളുകൾക്കുള്ള വിശേഷണം എന്തുണ്ടോ അതല്ലാത്തവരൊക്കെ ഷർറിൻ്റെ ആളുകളാണ്. ഈ തിന്മയുടെ വക്താക്കളിൽ നിന്നും നന്മയുടെ ആളുകളെ, വെളിച്ചത്തിൻ്റെ ആളുകളെ, നൂറിൻ്റെ ആളുകളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരട്ടെയോ? ഫസഖതു, അപ്പൊ സഹാബത്ത് എല്ലാവരും മിണ്ടാതിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ചോദ്യം 3 പ്രാവശ്യം ആവർത്തിച്ചു. ഫഖാല റജുലൻ, ഒരു മനുഷ്യൻ എണീറ്റെന്ന് പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, നിങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരും. 3ാമത്തെ പ്രാവശ്യം റസൂലുള്ളാഹി ചോദിച്ചതിന് ശേഷം ഈ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുക്കും മൻ യുർജാ ഖൈറുഹു വയുഅ്മനു ശർറുഹു, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല മനുഷ്യൻ ഒരു മനുഷ്യനാണ്. ആ മനുഷ്യനിൽ നിന്നും ആളുകൾ, അവന്റെ സഹജീവികൾ നന്മ മാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ. അയാളിൽ നിന്നും ഒരു തിന്മയും ആളുകൾക്ക് അനുഭവിക്കേണ്ടി വരില്ല. നന്മ മാത്രം അയാളുടെ ഭാര്യയ്ക്ക്, അയാളുടെ മക്കൾക്ക്, മാതാപിതാക്കൾക്ക്, അയൽവാസികൾക്ക്, സഹജീവികൾക്ക്, നാട്ടുകാർക്ക്, എല്ലാവർക്കും, അല്ലെങ്കിൽ അവളുടെ ഭർത്താവിന്, അവളുടെ കുടുംബത്തിന്, എല്ലാവർക്കും നന്മ മാത്രം ചൊരിഞ്ഞു കൊടുക്കുന്നൊരു മനുഷ്യൻ. അയാളിൽ നിന്നും ഒരിക്കലും ഒരാളും തിന്മ പ്രതീക്ഷിക്കുന്നില്ല. അതാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ആൾ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വശർറുക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മോശപ്പെട്ടവൻ മൻ ലാ യുർജാ ഖൈറുഹു, ഒരു നന്മയും പ്രതീക്ഷിക്കാത്തവൻ, ജനങ്ങൾക്കൊരു നന്മയും പറയാത്തവൻ. അയാൾ വീട്ടിലും ആ നാട്ടിലും ആ കുടുംബത്തിലും ഉണ്ടെങ്കിൽ ഫിത്നയും ഫസാദും ഒരാവശ്യവുമില്ലാതെ കുടുംബം തെറ്റിക്കുന്നവർ, അതേപോലെ തന്നെ മനുഷ്യന്മാർക്ക് പ്രയാസമുണ്ടാക്കുന്ന, അകൽച്ചയുണ്ടാക്കുന്ന വർത്തമാനം പറയുന്ന ആളുകൾ, അവരിൽ നിന്നും ഒരു നന്മയും ഒരാൾ പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെയുള്ള ആളുകളാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വൃത്തികെട്ട ആളുകൾ എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയുണ്ടായി. ചില ആളുകൾ അങ്ങനെയാണ്, നാടിനും കൂട്ടുകാർക്കും നാട്ടുകാർക്കും എല്ലാം നന്മ മാത്രം ചെയ്യുന്ന ആളുകൾ. സാമ്പത്തികമായി പുരോഗതി ഉണ്ടാകുമ്പോൾ തൻ്റെ നാടിനും തൻ്റെ മഹല്ലിനും തൻ്റെ പള്ളിക്കും
തന്റെ നാട്ടിലെ ദഅവാ പ്രവർത്തനങ്ങൾക്കും എല്ലാത്തിനും അയാളെടുത്ത് പോയാൽ എന്തെങ്കിലും ഒന്ന് കിട്ടും. അല്ലെങ്കിൽ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അയാളെടുത്ത് പോയിട്ടുണ്ടെങ്കിൽ ഒരു നല്ല വർത്തമാനം കേൾക്കും, നല്ലൊരു അഭിപ്രായം കിട്ടും. അയാൾ ഈ വിഷയത്തിൽ ഇടപെടും. ആളുകൾക്ക് പ്രതീക്ഷയാണ്, അയാളൊരു സമാധാനമാണ്. അങ്ങനെയുള്ള ആളുകൾ മരിച്ചു പോകുമ്പോൾ, അയാളുടെ മരണവാർത്ത കേൾക്കുമ്പോൾ, അയാളുടെ മയ്യത്തെടുക്കാൻ കാത്തു നിൽക്കുമ്പോൾ ആളുകൾ അടക്കം പറയും, എന്തൊരു നല്ല മനുഷ്യനായിരുന്നു, എന്തൊരു നല്ല മനുഷ്യനായിരുന്നു. അതേപോലെ തന്നെ ചില ആളുകളുണ്ട്, ചില പെണ്ണുങ്ങൾ, നമുക്കൊക്കെ അറിയാം, ചില കുടുംബത്തിലൊക്കെ നല്ല സ്ത്രീകൾ, അയൽവാസികൾക്കും അതേപോലെ തന്നെ വീട്ടിലും ആ കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും നല്ല വനിതകളായി, എല്ലാത്തിനും എന്താണെങ്കിലും ആ ഇത്താത്തുള്ള കാലത്ത്, അവരുണ്ടായിരുന്ന കാലത്ത്, ആ ഉമ്മ ഉണ്ടായിരുന്ന കാലത്ത് എന്ന് മരിച്ചതിന് ശേഷവും ആളുകൾ പറയുന്ന, സംസാരിക്കുന്ന ചില ഇത്താത്തമാർ, ചില ഉമ്മമാർ ചില കുടുംബങ്ങളിലൊക്കെ ഉണ്ട്. വെളിച്ചമാണ് അവർ കുടുംബങ്ങൾക്ക്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പറയുകയുണ്ടായി, അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, മർറു ബി ജനാസത്തിൻ, ഒരു മയ്യത്തിന്റെ അടുക്കലൂടെ അവര് കടന്നുപോയി. അപ്പോ ഫഅസ്നൗ അലൈഹാ ഖൈറൻ, അപ്പൊ ആ മയ്യത്തിനെ കുറിച്ച് ആളുകൾ ഇങ്ങനെ നല്ലത് പറയാൻ തുടങ്ങി. നല്ല മനുഷ്യനായിരുന്നു, ആളുകൾക്ക് ഉപകാരമുള്ള ആളായിരുന്നു, അയാളെക്കുറിച്ച് നല്ലത് ഇങ്ങനെ പറയാൻ തുടങ്ങിയ മനുഷ്യന്മാര്. ഈ സമയത്ത് റസൂലുള്ളാഹി പറഞ്ഞു, വജബത്ത്, നിർബന്ധമായി. എന്താണ് വജബത്ത് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം? നിർബന്ധമായി എന്നാണ് വാക്കിന്റെ അർത്ഥം. ആളുകൾ വീണ്ടും നന്മ പറയുന്നു, അപ്പോഴും റസൂലുള്ളാഹി പറയുന്നു വജബത്ത്, നിർബന്ധമായി കഴിഞ്ഞു. വേറൊരു സമയത്ത് വേറൊരു ജനാസയുടെ അടുക്കലൂടെ ഇവിടെ പോയപ്പോ ആളുകൾ ആശ്വസിക്കുകയാണ്, പടച്ചോനെ കഴിച്ചിലായല്ലോ, തീർന്നിട്ടിയല്ലോ എന്ന്. നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ റാഹത്താണ്, ഭാര്യക്ക് റാഹത്ത്, ഭർത്താവിന് റാഹത്ത്, മക്കൾക്ക് റാഹത്ത്, മാതാപിതാക്കൾക്ക് റാഹത്ത്, അത് കഴിഞ്ഞു കിട്ടിയല്ലോ, സമാധാനത്തിന് ജീവിക്കാലോ, അയൽവാസികൾക്ക് സമാധാനം. നമ്മൾ ആലോചിച്ച് നോക്ക സഹോദരന്മാരെ, എന്നെപ്പറ്റി എന്റെ ഭാര്യ ഞാൻ കണ്ണടച്ചാൽ എന്ത് പറയും, എന്റെ കൂട്ടുകാരന്മാരെന്ത് പറയും? അവിടെയാണ് ആത്മാർത്ഥത ജനിക്കുന്നത്, അവിടെയാണ് ആത്മാർത്ഥത ജനിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട റബ്ബ് എന്നെ കുറിച്ച് എന്ത് പറയും? എന്റെ റബ്ബിന് എന്നെ കുറിച്ചുള്ള ചിന്ത എന്തായിരിക്കും? ആളുകൾ മോശം പറയാൻ തുടങ്ങി. ഈ സമയത്തും റസൂലുള്ളാഹി പറഞ്ഞു വജബത്ത് എന്ന് പറഞ്ഞു, നിർബന്ധമായി കഴിഞ്ഞു. ആളുകൾ പറയുന്ന കാര്യം നിർബന്ധമായി കഴിഞ്ഞു. വൃത്തികെട്ടവനായിരുന്നു, സമാധാനം തരാത്തവനായിരുന്നു, കുടുംബത്തിലെ പുഴുക്കുത്തായിരുന്നു, വലിയ ശല്യമായിരുന്നു, ഉണ്ടായിന്റെ കാലത്ത് തലവേദനയായിരുന്നു, ഒരു സമാധാനം ഞങ്ങൾക്ക് തന്നിട്ടില്ല. ആളുകൾ പറയാണ്, സാമ്പത്തിക രംഗത്ത് ചീഞ്ഞു നാറുന്നവനായിരുന്നു, വിശ്വസിക്കാൻ കൊള്ളാത്തവനായിരുന്നു, ചതിയനായിരുന്നു, വഞ്ചകനായിരുന്നു, ഉടപ്പറപ്പുകളോട് പോലും ആളുകൾ പറയാണ്. സമയത്ത് വജബത്ത് റസൂലുള്ളാഹി പറഞ്ഞു നിർബന്ധമായി കഴിഞ്ഞു. നമ്മുടെ നേതാവ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ രണ്ട് പ്രതികരണങ്ങളും കേട്ടപ്പോൾ റസൂലുള്ളാഹി ചോദിച്ചു, ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, മാ വജബത്ത്, അള്ളാഹിന്റെ പ്രവാചകർ എന്താണ് നിർബന്ധമായത്, എന്താണ് നിർബന്ധമായത്? ഈ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹാദാ അസ്നൈതും അലൈഹി ഖൈറ, നിങ്ങൾ ആ നല്ലൊരു മനുഷ്യനെ കുറിച്ച്, നല്ല മയ്യത്തിനെ കുറിച്ച് പുകഴ്ത്തി പറഞ്ഞില്ലേ, ഈ പുകഴ്ത്തി പറഞ്ഞതെല്ലാം അയാൾ ചെയ്ത നന്മയാണ്. അള്ളാഹു നിങ്ങൾ പറഞ്ഞതൊക്കെ സ്വീകരിച്ചു, അയാൾക്ക് സ്വർഗം നിർബന്ധമായി. മരിച്ചു കഴിഞ്ഞപ്പോൾ ആൾക്കാർ പറയാണ്, വാട്സാപ്പിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇന്ന ആളെ മരണം വന്നു, അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞു, ആളുകൾ വോയിസ് ഇടും, നല്ല മനുഷ്യനായിരുന്നു. ആ ഒരു ശാഖയിൽ, ആ ഒരു പ്രവർത്തന മണ്ഡലത്തിൽ, ആ ഒരു വീട്ടിൽ, ആ ഒരു തറവാട്ടിൽ, ആ ഒരു ബിസിനസ് ശൃംഖലയിൽ, ആ ഒരു ഫേമിൽ, എവിടെയാണോ ആ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ അയാളൊരു ഒരു വേണ്ടപ്പെട്ട ആളായിരുന്നല്ലോ എന്ന് മനുഷ്യന്മാർ പറയാണ്. കാരണം അവർ ഉണ്ടാക്കി വെച്ചു സഹോദരന്മാരെ, നല്ല സ്വഭാവങ്ങളും നല്ല പെരുമാറ്റങ്ങളും, ആളുകൾ കത്താടികളായിരുന്നു അങ്ങനെയുള്ള ആണുങ്ങളും പെണ്ണുങ്ങളും. നമ്മൾ ആലോചിച്ച് നോക്ക്, നമ്മളെങ്ങനെയാണ് സഹോദരന്മാരെ മറ്റുള്ളവരോട്? അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള സാമ്പത്തികമായും മറ്റുള്ള അല്ലെങ്കിൽ പിന്നെ അധികാരപരമായും അല്ലെങ്കിൽ നമ്മുടെ അഭിപ്രായം, നമ്മുടെ വിദ്യാഭ്യാസപരമായും എല്ലാ നിലക്കും നമുക്ക് അള്ളാഹു നൽകിയിട്ടുള്ള നിയമത്തുകൾ ജനങ്ങൾക്ക് കോരിക്കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സേവനം ചെയ്യാൻ സാധിച്ചു കൊണ്ടാണോ കണ്ണടക്കുക? നമ്മൾ ആലോചിക്കണം. ജനങ്ങൾക്ക് നല്ലതാണോ നമ്മളെ കുറിച്ച് അഭിപ്രായമുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫജബത ലഹുൽ ജന്ന, അയാൾക്ക് സ്വർഗ്ഗം നിർബന്ധമായി. വഹാദാ അസ്നൈതും അലൈഹി ശർറ, ആ ഒരു മയ്യത്തിനെ കുറിച്ച്, മനുഷ്യനെ കുറിച്ച് നിങ്ങൾ മോശപ്പെട്ട വർത്താനം പറഞ്ഞില്ലേ, വജബത ലഹുന്നാർ, അയാൾക്ക് നരകം നിർബന്ധമായി കഴിഞ്ഞു. എന്നിട്ട് പൊന്നാര പ്രവാചകൻ പറഞ്ഞു, അൻതും ശുഹദാഉല്ലാഹി ഫിൽ അർള്, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സാക്ഷികളാണ്. അഥവാ മുമ്പ് പോയ ആളുകളുണ്ട്, പിന്നെ ഇവിടെ ജീവിച്ചിരിക്കുന്ന ആളുകൾ, അവരാണ് സാക്ഷികൾ.
അവർ പറയണതാണ്, അവരുടെ മനസ്സിലുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ ഉള്ളത്. നമ്മളെ മുമ്പ് നേരത്തെ പോയ ആളെക്കുറിച്ച് നമ്മളാണ് സാക്ഷികൾ. കൂട്ടുകയറിയിട്ട് പറഞ്ഞു കൊടുക്കുമല്ലോ ആളെങ്ങനെയാണെന്നുള്ളത്. ആ കൂട്ടുകയറി പറഞ്ഞു കൊടുക്കലാണത്. കോടതിയിലൊക്കെ ഉണ്ടല്ലോ കൂട്ടുകയറി പറഞ്ഞു കൊടുക്കുന്ന സാക്ഷി പറയുന്ന ആൾക്കാർ തരക്കേടില്ല, ഉഷാറായിരുന്നു, മോശക്കാരനായിരുന്നു, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തി സ്വർഗ്ഗം നരകം കൊടുക്കുന്നു. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ള ഹദീസ്. നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയുണ്ടായി, ഇന്ന മിനൻ നാസി നാസൻ മഫാത്തിഹ ലിൽ ഖൈരി വ മഗാലിക ലിശ്ശർരി. ജനങ്ങളുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട്, അവർ നന്മകളുടെ താക്കോലുകളാണ്. എല്ലാ നന്മകളും ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്ന ആളുകളാണ്. എല്ലാ നന്മകൾക്കും മുമ്പിലുണ്ടാകും. തന്റെ നാടിന്, തന്റെ നാട്ടുകാർക്ക്, തന്റെ ആളുകൾക്ക്, തന്റെ കുടുംബത്തിൽ, തന്റെ ജോലിസ്ഥലത്ത്, തന്റെ കച്ചവട ഇടങ്ങളിൽ എല്ലാവർക്കും നന്മകൾ മാത്രം ആഗ്രഹിക്കുന്ന ഒരാൾക്കും എന്നെ കൊണ്ടൊരു പ്രയാസം ഉണ്ടാകരുത്. എന്തെങ്കിലും ഒരു നന്മ ചെയ്തു കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ തന്റെ ഒരു വാക്കുകൊണ്ട്, ഒരു ഇടപെടൽ കൊണ്ട് സഹോദരന്മാരെ, ഒരാൾക്കൊരു രോഗമാണെന്ന് അറിയുമ്പോൾ, അല്ലെങ്കിൽ അയാൾക്ക് ക്യാൻസർ ബാധിച്ചു, കിഡ്നി ഫെയിൽ, അയാളുടെ ജീവിതത്തിൽ, അയാളുടെ കുടുംബത്തിൽ വലിയ പ്രയാസമാണെന്ന് അറിയുമ്പോൾ കൊടുക്കാനൊന്നുമില്ലെങ്കിലും ഇങ്ങനൊരാളുണ്ടല്ലോ, നമ്മളെ സുഹൃത്ത്, അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു, നമ്മളെ നാട്ടുകാരൻ, നമ്മുടെ കൂടെ വർക്ക് ചെയ്തിരുന്ന ആള്, അയാളുടെ അവസ്ഥ ഇതാണ് എന്നൊന്നൊരു വാട്സാപ്പ് ഗ്രൂപ്പിൽ ഒരു കുറിപ്പ് എഴുതി എന്തെങ്കിലും നമ്മൾ കൊടുക്കണ്ടേ? എന്തെങ്കിലും ഒരു നല്ല ഇടപെടൽ. സോഷ്യൽ മീഡിയയിൽ എല്ലാ തോന്നിയാസം കാണിപ്പിക്കാനും, ആളുകളെ കൊണ്ട് വൃത്തികേട് വായിപ്പിക്കാനും കാണിപ്പിക്കാനൊക്കെ ഉണ്ട്. ഒരു നന്മക്ക് കുറിക്കാൻ, ഒരു നന്മ എഴുതാൻ, ഒരു നന്മക്കൊരു ഷെയർ ചെയ്യാൻ, ഒരു നന്മക്കൊരു ലൈക്ക് കൊടുക്കാൻ അതിന് സൗകര്യമില്ലാത്ത ആളുകൾ, അങ്ങനെ ഓൻ സുഖിക്കണ്ട, അങ്ങനെ ഓള് നന്നാകണ്ട. ജനങ്ങളുടെ കൂട്ടത്തിലുള്ള ചില നന്മകൾ തുറന്നു കൊടുക്കുന്ന ആളുകൾ, തിന്മകളെല്ലാം അടച്ചു വെക്കുന്ന ആളുകൾ. മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വഇന്ന മിനൻ നാസി നാസൻ മഫാത്തിഹ ലിശ്ശർരി. ചില ആളുകളുണ്ട് തിന്മകൾ തുറന്നു കൊടുക്കുന്ന ആളുകൾ, തിന്മകളുടെ കൂമ്പാരങ്ങൾ. ജനങ്ങൾക്ക് തിന്മകളും അതേപോലെ തന്നെ പ്രയാസങ്ങളും മാത്രം സൃഷ്ടിച്ചു കൊടുക്കുന്ന ആളുകൾ, അസൂയയുടെയും കുശുമ്പിന്റെയും കുന്നായ്മയുടെയും ആളുകൾ. സ്വന്തത്തെക്കാളേറെ ആരും ഒന്നും നന്നാവാൻ പാടില്ല എന്ന ദുഷ്ടമനസ്സിന്റെ, വൃത്തികെട്ട മനസ്സിന്റെ ആളുകൾ, വൃത്തികെട്ട മനസ്സിന്റെ പെണ്ണുങ്ങൾ കുടുംബത്തിലൊക്കെ ഉണ്ട്. ആളുകൾ മുഖത്ത് നോക്കി ചിരിക്കുന്നുണ്ടാകും, പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ വെറുപ്പാണ്. സഹോദരി, ഉള്ളിന്റെ ഉള്ളിൽ വെറുപ്പായിരിക്കും. സഹോദര, ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് തീർന്നു കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നുണ്ടാകും. ജനങ്ങളുടെ കൂട്ടത്തിൽ അങ്ങനെയുണ്ട് മഫാത്തിഹ ലിശ്ശർരി, ഷർറിന് തുടക്കം കുറിക്കുന്ന ആളുകൾ, എല്ലാ ഹറാമുകൾക്കും തുടക്കം കുറിക്കുന്ന ആളുകൾ. വ മഫാത്തിഹ ലിൽ ഗൈ വ മഗാലിക ലിശ്ശർരി, ഷർറിനെ അടക്കുന്ന ആളുകൾ. ഇതിനൊരുപാട് വിശദീകരിക്കാനുണ്ട്. ചില നാട്ടിൽ ചില നല്ല പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു കൊടുക്കുന്ന ആളുകളുണ്ട്, നല്ല പ്രവർത്തനങ്ങൾക്കൊക്കെ. എന്നാൽ അതെന്തിനായിരിക്കാം? അത് ദീനി പഠിക്കാനും, അഥവാ ദുന്യവി ആയിട്ടുള്ളതാവട്ടെ ദീനിയായിട്ടുള്ളത് നല്ല സ്ഥാപനങ്ങൾ തുടങ്ങാൻ, അതേപോലെ തന്നെ ആളുകൾക്ക് ഈ ലോകത്തോ പരലോകത്തോ ഉപകാരം കിട്ടുന്ന നല്ല കാര്യങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്ന ആളുകൾ. എന്നാൽ വൃത്തികേടുകൾക്ക് മുന്നിൽ നിൽക്കുന്ന ആളുകൾ. ചില ക്ലബ്ബുകളൊക്കെ കാണാം, അവർ വന്നതിന്റെ ശേഷമാണ് ആ ക്ലബിൽ എല്ലാ വർഷവും അല്ലെങ്കിൽ എല്ലാ ഇന്ന സമയത്തും അവരാണ് പിന്നെ ഗാനമേളയും അതേപോലെ തന്നെ ആട്ടും കൂത്തും അതേപോലെ തന്നെ തോന്നിവാസങ്ങളും തുടങ്ങി വെച്ച് പിന്നെ അത് എല്ലാ കൊല്ലും ഇങ്ങനെ കൊണ്ടു നടക്കണം. ഇപ്പം മരിച്ചു തീർന്നിട്ടുണ്ടാവും. ഇതിന്റെ പാപഭാരം ഇവർക്കാണ്. ഹറാം തുടങ്ങി കൊടുക്കുന്ന ആളുകൾ, ഇസ്ലാം ഹറാമാക്കിയിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ കാലഘട്ടത്തിന്റെ ആവശ്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇസ്ലാം ഹറാമാക്കിയിട്ടുള്ള കാര്യങ്ങൾ, തോന്നിവാസങ്ങളും ആണും പെണ്ണും കൂടിക്കലരലും അതേപോലെ തന്നെ സിനിമാറ്റിക് ഡാൻസുകളും, അത് സ്കൂളുകളിലാകട്ടെ കോളേജുകളിലാകട്ടെ സ്ഥാപനങ്ങളിലാകട്ടെ ഓണാഘോഷവും അതേപോലെ തന്നെ മറ്റുള്ള മതസ്ഥരുടെ ആഘോഷമൊക്കെ നമ്മുടെ സ്ഥാപനത്തിൽ ഇല്ലായിരുന്നു, നമ്മുടെ കച്ചവട സ്ഥലത്ത് ഇല്ലായിരുന്നു, നമ്മുടെ ആ ഒരു ഏരിയയിൽ ഇല്ലായിരുന്നു. അതൊക്കെ തുടക്കം കുറിച്ചു കൊടുത്തു. എല്ലാ ഹറാമുക്കും തുടക്കം കുറിച്ചു കൊടുത്തു. പിന്നെ കുറച്ച് കഴിഞ്ഞ ശേഷം ഓന്റെ സ്ഥാനം പോയി, പിന്നെ ഓന് പള്ളിക്കാട്ടിലെത്തി. പക്ഷെ ഈ ചെയ്യുന്ന ഹറാമിന്റെ ഓഹരി ഓൽക്ക് കിട്ടും. ഇങ്ങനെ തിന്മകൾ തുറന്നു കൊടുക്കുന്ന, തന്റെ നാട്ടിലോ തന്റെ കുടുംബത്തിലോ തന്റെ ഇടങ്ങളിലോ തിന്മകൾ തുറന്നു കൊടുക്കുന്ന ആളുകളുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ആലോചിക്കുക സഹോദരന്മാരെ, നമ്മൾ ഏതിലാണ് പെടുന്നത്? നമ്മളെ നിലപാടുകൾ എന്താണ്? നമ്മൾ കൈവക്കുന്ന ഒരുപാട് ഏരിയകളിൽ നമ്മൾ എങ്ങനെയാണുള്ളത്? നമ്മൾ ആലോചിച്ച് നോക്കണം. ഏത് നന്മകൾക്കും ഒരു തുടക്കക്കാരനാവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിനാണ് ദഅവാ പ്രവർത്തനങ്ങളിൽ നമ്മൾ അണിചേരുന്നത്. ഒരു ദഅവാ പ്രവർത്തനത്തിൽ നമ്മൾ അണിചേരുകയും എന്നിട്ട് നമ്മളൊരു കാര്യം, നല്ലൊരു കാര്യം, ഒരു ഖുർആൻ ക്ലാസ് തുടങ്ങണം. ആളുകൾക്ക് ദീന് കിട്ടുന്ന ഒരു സംവിധാനം, ഒരു വിജ്ഞാനവേദി തുടങ്ങണം.
അത് തുടക്കം കുറിച്ച് അത് പിന്നെ മാസം മാസം അത് നടന്നുകൊണ്ടിരിക്കുന്നു, എല്ലാ ആഴ്ചയിലും തുടങ്ങി അത് നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ അതിന്റെ ശേഷം മരിച്ചു പിരിഞ്ഞാലും നമ്മൾ നമ്മുടെ സ്ഥാനം നഷ്ടപ്പെട്ടാലും ആ നന്മ ഇങ്ങനെ നാട്ടിൽ വെളിച്ചം എതിർക്കൊണ്ടേയിരിക്കും. അതിന്റെ ഓഹരി നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. നമ്മളൊക്കെ വായിക്കുന്ന അമാനി മൗലവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ തഫ്സീറിന്റെ പരിഭാഷയുടെ പച്ച മലയാളത്തിൽ എല്ലാ ആളുകളും ഒരുപോലെ വായിക്കുന്ന ഖുർആനിന്റെ തഫ്സീറാണ്, വിശദീകരണ ഗ്രന്ഥമാണ് അമാനി മൗലവിയുടെ പരിഭാഷ. തഫ്സീർ വിശദീകരണ ഗ്രന്ഥം, വിവരണ ഗ്രന്ഥം. അതുപോലെ അദ്ദേഹം അത് എഴുതി പോയിട്ട് വർഷങ്ങൾ കുറെ ആയി. അതിനുശേഷം അതുപോലൊരു തഫ്സീർ ഇതുവരെ കേരളത്തിൽ പച്ച മലയാളത്തിൽ ഉണ്ടായിട്ടില്ല. അതിന്റെ തുടക്കമുണ്ടായിരുന്നു. അത് ചെറിയൊരു മീറ്റിംഗിൽ നിന്നുണ്ടായതാണ്. ഒരു ചെറിയ മീറ്റിംഗിൽ നിന്നും കേരളത്തിലെ ആളുകൾക്ക് ഖുർആനിന്റെ അർത്ഥം പഠിക്കാനും ആശയം പഠിക്കാനും ഒരു ഗ്രന്ഥമില്ല, മലയാളികൾക്ക് ഇല്ലല്ലോ. അതുകൊണ്ട് പണ്ഡിതനായിട്ടുള്ള KM മൗലവി റഹ്മത്തുള്ളാഹി അലൈഹിയെ ഒരാൾ വിളിച്ചു പറയുകയാണ്, നമുക്കൊരു പരിഭാഷ വേണം, നമുക്കൊരു തഫ്സീർ വേണം. KM മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി അവിടെയുണ്ടായിരുന്ന പണ്ഡിതന്മാര് അമാനി മൗലവി റഹ്മത്തുള്ളാഹി അലൈഹിയും അതേപോലെ തന്നെ അലവി മൗലവി റഹ്മത്തുള്ളാഹി അലൈഹിമ, അതേപോലെ തന്നെ മൂസ മൗലവി റഹ്മത്തുള്ളാഹി, അവരെ വിളിച്ച് അവരാണ് ഒരു വലിയ പരിഭാഷക്ക് 25 വർഷം നീണ്ടു നിന്ന വലിയ ഒരു പരിഭാഷക്ക് ഖുർആനിന്റെ മൊത്തം വിശദീകരണം പച്ച മലയാളത്തിൽ പണ്ഡിതന്മാരായിട്ടുള്ള അറബി ഗ്രന്ഥങ്ങളിൽ നിന്നും പണ്ഡിതന്മാരായിട്ടുള്ള തഫ്സീർ പണ്ഡിതന്മാർ എഴുതിയിട്ടുള്ളതിന്റെ നേരെ മലയാളത്തിലാക്കി വലിയൊരു ബൃഹത്തായ ഗ്രന്ഥം 25 വർഷം കൊണ്ട് എഴുതിണ്ടാക്കി. 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ അത് വായിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിന്റെയൊക്കെ തുടക്കം ഒരു നന്മക്ക് തുടക്കം കുറിച്ച് പോവുകയാണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ നാട്ടിലോ അല്ലെങ്കിൽ നമ്മളുടെ ഇടങ്ങളിലോ ഒരു നന്മക്ക് തുടക്കം കുറിക്കുന്നവരാണോ നമ്മൾ, അതല്ല തോന്നിവാസങ്ങൾക്ക് തുടക്കം കുറിക്കുന്നവരാണോ എന്ന് നമ്മൾ ഈ ഹദീസിനെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, പരലോകത്തേക്ക് വേണ്ടി നമ്മൾ പരലോകത്തിന്റെ ആളുകളെ ഏത് സമയത്തും തിരിച്ചു പോകാം, ഏത് സമയത്തും. കാരണം മരണത്തിന് ശേഷം ഒന്നും ചെയ്യാൻ നമുക്ക് സാധിക്കുകയില്ല. മരണത്തിന് ശേഷം ഒന്നും ചെയ്യാൻ നമുക്ക് സാധിക്കുകയില്ല. മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഖബറിലേക്ക് നന്മകൾ വന്നുകൊണ്ടിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ജനാസയെ മറമടക്കിയതിനു ശേഷം റസൂലുള്ള പറഞ്ഞല്ലോ, റസൂലുള്ള കരഞ്ഞു നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണുനീര് ഉറ്റി വീണിട്ടുള്ള മണ്ണ് നനഞ്ഞു. സഹാബത്ത് പറയുകയാണ്, ഹത്താ ബല്ലത്തറ, മണ്ണ് പോലും നനഞ്ഞുപോയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശറഫാക്കപ്പെട്ട കണ്ണുനീര് ഉറ്റി വീണിട്ട്. സുമ്മ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, യാ ഇഖ്വാനി, എന്റെ കൂട്ടരെ, ലിമിസ്ലി ഹാദാ ഫഅഇതു, ഈ ഒരു ദിവസമുണ്ടല്ലോ, ഇവിടുന്ന് അങ്ങോട്ട് പ്രവർത്തനങ്ങളില്ല, ഈ ഒരു ദിവസത്തേക്ക് വേണ്ടി നിങ്ങൾ പണിയെടുക്കണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനെ ഉപദേശിക്കുകയാണ്. അതുകൊണ്ട് ഏതൊരു നന്മക്ക് ഒരു നന്മയെയും നിസ്സാരമായി കാണേണ്ടതില്ല. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഖബറിൻ ദുഫിന ഹദീസ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും കൂടി ഒരു പുതിയ ഖബറിന്റെ അടുക്കിലൂടെ നടന്നു പോവുകയാണ്. ഇന്നൊന്നലെ മരിച്ച ഒരു പുതിയ ഖബർ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനോട് പറഞ്ഞു, എന്റെ പ്രിയമുള്ളവരെ, റസൂലുള്ളാഹി പറയുകയാണ്, റകഅതാനി ഖഫീഫതാനി ബിമാ തഹ്കിറൂന വതൻഫിലൂന യസീദുഹുമാ ഹാദാ ഫീ അമലിഹി അഹബ്ബു ഇലൈഹി മിൻ ബഖിയത്തി ദുനിയാകും. നമ്മൾ നിസ്സാരമായി കാണുന്ന ഒരു 2 റക്അത്ത് നിസ്കാരം ഉണ്ടല്ലോ, ഒരു പള്ളിക്കേറിയ 2 റക്അത്ത്, അല്ലെങ്കിൽ ഒരു ഒളു എടുത്താൽ 2 റക്അത്ത്, അല്ലെങ്കിൽ നഫ്ലായിക്കൊണ്ട് 2 റക്അത്ത്, നിസ്സാരമായി കാണാൻ നമുക്കൊരു ഒരു മെനക്കെടില്ലാത്ത നിസ്കരിക്കാൻ പറ്റിയ 2 റക്അത്ത്, ഒരു വില നമ്മൾ കൊടുക്കാത്തതിന്റെ പേരിൽ നമ്മൾ ഒഴിവാക്കുന്ന 2 റക്അത്ത് ഉണ്ടല്ലോ. റസൂലുള്ളാഹി പറയാണ്, ഈ മനുഷ്യന്, ഈ കബറാളിക്ക് നിങ്ങൾക്ക് ദുനിയാവിന്റെ സർവ്വ സൗകര്യങ്ങളെക്കാൾ ഇന്ന് ആ 2 റക്അത്ത് വിലപ്പെട്ടതാണ്. കാരണം യാഥാർത്ഥ്യ ബോധത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. അയാൾക്ക് 2 റക്അത്ത് നിസ്കരിക്കാൻ പറ്റൂല. അയാൾക്ക് ഒളു എടുത്ത് നിസ്കരിക്കാനുണ്ടോ? ഒളുണ്ടോ? ഇല്ല. അയാൾക്ക് ജീവനുണ്ടോ? ഇല്ല. അയാൾക്ക് പ്രവർത്തനം ഉണ്ടോ? ഇല്ല. ഉണ്ടോ? അമലുണ്ടോ? ഇല്ല. ഒന്നുമില്ല. പക്ഷെ നമുക്കതൊക്കെ ഉണ്ട്, നമുക്കതെല്ലാം ഉണ്ട്. സലഫ് സ്വാലികളിൽപ്പെട്ട ഒരു മഹാനായ പണ്ഡിതൻ, അദ്ദേഹം നാട്ടിൽ ഏറ്റവും തോന്നിവാസിയായ ഹറാമിൽ മുഴുകി ജീവിക്കുന്ന ഒരു മനുഷ്യനെ ഖബറിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, അറഅയ്ത യാ ഹാദാ ലൗ കുൻത മകാന ഹൗലായി ഫമാദാ തതമന്ന, സഹോദര, ഈ ഖബറാളിയുടെ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിൽ നീ എന്താണ് ആഗ്രഹിക്കുക? അദ്ദേഹം പറഞ്ഞു, ആ പാപം ചെയ്ത് ഹറാമ് ചെയ്ത് ജീവിക്കുന്ന മനുഷ്യൻ പറഞ്ഞു, ഖാല അതമന്ന അൻ അഊദ ഇലാ ഹയാത്തി ദുനിയ സാനിയൻ ലഅമല സാലിഹൻ ഗൈറ അല്ലദീ കുൻതു അമൽ. ഞാനാണ് ആ ഖബറാളിയുടെ സ്ഥാനത്തുണ്ടായിരുന്നത് എങ്കിൽ ഞാൻ ആഗ്രഹിക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് രണ്ടാമതൊന്ന് ജീവൻ നൽകി
എനിക്ക് ഭൂമിയിലേക്ക് എന്നെ പറഞ്ഞയച്ച് ഞാൻ ചെയ്യാതിരുന്ന അമലസ്വാലിഹത്തുകളൊക്കെ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുക. അപ്പൊ ഈ പണ്ഡിതൻ പറഞ്ഞു, സഹോദര, അത് നടക്കുവോ? അത് നടക്കൂല. രണ്ടാമത് അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതം നൽകി ഭൂമിയിലേക്ക് വരുന്നത് നടക്കൂല. ഈ കബറാളി അതാണല്ലോ ആഗ്രഹിക്കുന്നത്, അതാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ താങ്കൾക്ക് ഇപ്പൊ അതിനുള്ള അവസരമുണ്ട്. താങ്കൾ മരിച്ചിട്ടില്ല, താങ്കൾ ഭൂമിയിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് പണിയെടുത്തോ, അതുകൊണ്ട് അതിനുവേണ്ടി നീ പണിയെടുക്ക് എന്ന് ഈ പണ്ഡിതൻ പഠിപ്പിച്ചു എന്നാണ്. ആ കബറാളി അല്ലെങ്കിൽ താങ്കളാകുന്ന കബറാളി ആഗ്രഹിക്കും, നടക്കൂല എന്ന് പറഞ്ഞല്ലോ. പക്ഷെ ഇന്നത് നടക്കും, അതിനുവേണ്ടി പണിയെടുത്തോളൂ. അതാണ് എനിക്ക് എന്നോടും നിങ്ങളോടൊക്കെ സൂചിപ്പിക്കാനുള്ള സഹോദരന്മാരെ. ഏതൊരു നന്മയും നിസ്സാരമാക്കി കളയാതെ നമ്മൾ ജനങ്ങൾക്ക് നന്മയുടെ വാതിലുകൾ തുറന്നിട്ട് കൊടുത്ത് അവർ ചെയ്യുന്ന കൂലിയും പ്രതിഫലവും അവർക്ക് കുറയാതെ നമ്മുടെ ഖബറിലേക്ക് എത്തുന്ന, നമ്മുടെ മീസാനിലേക്ക് എത്തുന്ന പണികൾ എടുക്കുന്ന, ബുദ്ധിപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന മുഅ്മിനാണ് യഥാർത്ഥ മുഅ്മിൻ. അതിനുവേണ്ടിയാണ് പണിയെടുക്കേണ്ടത്. തന്റെ കുടുംബത്തിലാകട്ടെ, നാട്ടിലാകട്ടെ, അതേപോലെ തന്നെ തന്റെ ഇടങ്ങളിലാകട്ടെ. ഹറാമുകൾക്ക് കൂടി കൊടുക്കുക, ഹറാമുകൾക്ക് തുടക്കം കുറിച്ചു കൊടുക്കുക, അതിന് മാറ്റം കൈമാറി കൊടുക്കുന്ന ഒരവസ്ഥാവിശേഷം നമ്മളിൽ നിന്നുണ്ടാകാൻ പാടില്ല. ആളുകൾക്ക് സമാധാനം കൊടുക്കുന്ന, ആളുകൾ നല്ലത് പറയുന്ന, ആളുകൾക്ക് ആശ്വാസ കേന്ദ്രമാകുന്ന ആണും പെണ്ണുമാകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതാണ് യഥാർത്ഥ മുഅ്മിൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സൂറത്തുൽ ഹശ്റിലെ നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വൽ തൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദിൻ. വിശ്വാസികളെ, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ, വിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വൽ തൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദിൻ, ഓരോ ആളുകളും ആലോചിക്കട്ടെ, ചിന്തിക്കട്ടെ, നാളത്തേക്ക് വേണ്ടി എന്താണ് ചെയ്തു വെച്ചിട്ടുള്ളത് എന്ന്. നാളത്തേക്ക് കൊണ്ടുപോകാൻ ചെയ്തു വെച്ചിട്ടുള്ളത് ഖൈറുകളാണോ ഷർറുകളാണോ? പരലോകം വിജയിക്കാനുള്ള പണികളാണോ? അതല്ല പരലോകത്തിൽ കൂരിരുട്ട് ഏറ്റുവാങ്ങി നരകത്തിലേക്ക് മുഖം കുത്തിവീഴുന്ന പ്രവർത്തനമാണോ ചെയ്തു വെച്ചിട്ടുള്ളത്? വൽ തൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദിൻ, നാളത്തേക്ക് വേണ്ടി എന്താണ് ചെയ്തു വെച്ചിട്ടുള്ളത്? വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. ഇന്നല്ലാഹ ഖബീറുൻ ബിമാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് അല്ലാഹു സസൂക്ഷ്മം അറിയുന്നവനാണ്. ആണോ ഈട വ്യത്യാസമില്ലാതെ ഓരോ മൈക്രോ ഇഞ്ചും സെക്കൻഡും അല്ലാഹു അറിയുന്നവനാണ്. ഈ ആയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിയൊരു സന്ദർഭമുണ്ട്. നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് മുദർ ഗോത്രത്തിൽ നിന്നും പട്ടിണി പായേരങ്ങളായ പ്രയാസം അനുഭവിക്കുന്ന, ഭക്ഷണമില്ലാത്ത, വസ്ത്രമില്ലാത്ത, ചെരുപ്പില്ലാത്ത പട്ടിണിക്കോലങ്ങൾ റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നു. ബാങ്കിന്റെ സമയമായി. ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് ബാങ്ക് വിളിക്കാൻ പറഞ്ഞു. നമസ്കാരം കഴിഞ്ഞ് റസൂലുള്ളാഹി മിമ്പറിൽ കയറി. എന്നിട്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുതുബ നടത്തി. യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ. ഖുതുബയുടെ തുടക്കത്തിൽ റസൂലുള്ളാഹി ഓതുന്ന ആയത്തോതി. എന്നിട്ട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ടാമതായി കൊണ്ട് ഈ ആയത്തോതി, ഓരോ മനുഷ്യന്മാരും നാളത്തേക്ക് വേണ്ടി എന്തൊന്ന് മുൻകൂട്ടി ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന് ഓരോരുത്തരും ആലോചിക്കട്ടെ, അള്ളാഹിനെ സൂക്ഷിക്കട്ടെ. അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് ശരിയായി അറിയുന്നവനാണ്. ഈ സമയത്ത് ഒരു മനുഷ്യൻ തസദ്ദഖ റജുലുൻ ബിൻ ദീനാറിഹി, ഒരു മനുഷ്യൻ ഒരു ദീനാർ, ഒരു സ്വർണ്ണ നാണയം കൊണ്ടുകൊടുത്തു. മിൻ ദിർഹമിഹി, മറ്റൊരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ദിർഹം കൊണ്ടുകൊടുത്തു. മിൻ സൗബിഹി, മറ്റൊരു മനുഷ്യൻ അയാളുടെ ഒരു വസ്ത്രം കൊണ്ടുകൊടുത്തു. മറ്റൊരു മനുഷ്യൻ ഭക്ഷണ പദാർത്ഥങ്ങൾ കൊണ്ടുകൊടുത്തു. അദ്ദേഹത്തിന്റെ മിൻ ബുർറത്തിൻ, അതേ പിന്നെ ഈ നെൽമണിയുടെ അല്ലെങ്കിൽ അരിമണിയുടെ അല്ലെങ്കിൽ ഗോതമ്പിന്റെ ഒരു കുറച്ച് കൊണ്ടുകൊടുത്തു. ഈത്തപ്പഴം കുറച്ച് കൊണ്ടുകൊടുത്തു. ഹത്താ ഖാല, റസൂലുള്ളാഹി പറഞ്ഞു, വലൗ ബിശിഖി തംറത്തിൻ, നിങ്ങളൊരു ഈത്തപ്പഴത്തിന്റെ ചുള കൊണ്ടെങ്കിലും നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം. ഈത്തപ്പഴത്തിന്റെ ഒരു ചുള, ഒരു കഷ്ണം, അത് ദാനം ചെയ്തിട്ടെങ്കിലും പ്രിയമുള്ള സഹാബത്തെ നരകത്തിൽ നിങ്ങൾ കാത്തോളി. ഫജാ റജുലുൻ മിനൽ അൻസാരി ബിബുറത്തിൻ കാദത്ത് കഫ്ഫുഹു തഅജിസു അൻഹാ. അപ്പോൾ അൻസാരിയായ ഒരു മനുഷ്യൻ വന്നു. അയാൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും ഭക്ഷണപദാർത്ഥങ്ങളും അതേപോലെ തന്നെ നാണയവുമായിട്ട് വരികയാണ്. അദ്ദേഹത്തിന് അത് പൊന്തുന്നില്ല. അദ്ദേഹത്തിനത് ഏന്തി പിടിച്ച് വലിച്ച് കഷ്ടപ്പെട്ട് അദ്ദേഹം കൊണ്ടുവരികയാണ്. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ വെച്ചു. ഇത് കണ്ടപ്പോൾ ധാരാളക്കണക്കിന് സഹാബികൾ ഇതുപോലെ ഒരുപാട് വിഭവങ്ങളുമായി പള്ളിയിൽ ഭക്ഷണത്തിന്റെയും നാണയത്തിന്റെയും രണ്ട് കൂമ്പാരമുണ്ടായി എന്നാണ് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന സഹാബി പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വല്ലാത്ത സന്തോഷമായി.
നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം സ്വർണം തിളങ്ങുന്ന പോലെ തിളങ്ങി എന്നാണ് ഹദീസിലുള്ളത്. കഅന്നഹു മുദ്ഹബത്തുൻ. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നത്തൻ ഹസന ഫലഹു അജ്റുഹാ വ അജ്റു മൻ അമില ബിഹാ ബഅദഹാ. ഒരു മനുഷ്യൻ ഈ ദീനിൽ ഒരു നന്മക്ക് തുടക്കം കുറിച്ചു, അത് കണ്ട് ആളുകൾ എല്ലാവരും ആ നന്മയുടെ പ്രവർത്തനവുമായി മുന്നോട്ട് വന്നാൽ അവരൊക്കെ ചെയ്തതിന്റെ കൂലി ആദ്യം ചെയ്തവനുണ്ട്. നമ്മളെ നാട്ടിലും നമ്മളെ വീട്ടിലും ഒരു നന്മക്ക് തുടക്കം കുറിക്കുന്നവരാണോ നമ്മൾ? നമ്മളുടെ ക്ലബിലും നമ്മളെ രാഷ്ട്രീയ പാർട്ടിയിലും നമ്മളുടെ ഇടങ്ങളിലും ഒരു നന്മക്കാണോ അല്ലെങ്കിൽ ഹറാമിനാണോ, തോന്നിവാസങ്ങൾക്കാണോ, മ്യൂസിക്കിനും ആണും പെണ്ണും കൂടിക്കലർന്നതിനും സിനിമാറ്റിക് ഡാൻസിനും അതേപോലെ തന്നെ മറ്റുള്ള ഇസ്ലാം ഹറാമാക്കിയ തോന്നിവാസങ്ങൾക്കാണോ നമ്മൾ തുടക്കം കുറിക്കുന്നത്? എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മിൻ ഗൈരി അൻ യൻഖുസ മിൻ ഉജൂരിഹിം ഷൈആ. ചെയ്യുന്ന ആളുകൾക്കൊന്നും കുറയാതെ തുടക്കം കുറിച്ചവന് കിട്ടും, അയാളുടെ ഖബറിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഒമൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നത്തൻ സയ്യിആ. ഒരു മനുഷ്യന് ഒരു മോശപ്പെട്ടൊരു കാര്യം കാണിച്ചു കൊടുത്തു, ഒരു ഹറാമ് കാണിച്ചു കൊടുത്തു, അതിന്റെ തുടക്കക്കാരനായി അത് ചെയ്യുന്ന ആളുകളുടെ എല്ലാവരുടെയും പാപഭാരം അവർക്ക് കുറയാതെ ഈ ഭാഗ്യം കെട്ടവനും കിട്ടും എന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ സഹോദരന്മാരെ, നമ്മളൊരു ഹറാമ് ചെയ്യുമ്പോൾ ഹറാമ് ആസ്വദിച്ച് അതുമ്പോൾ തീരുകയാണെന്ന് വിചാരിക്കുക, അതും ചെയ്യാൻ പാടില്ല. ഇത് ആളുകൾക്ക് ഹറാമ് ചെയ്യാനും തോന്നിവാസം ചെയ്യാനും അങ്ങോട്ട് നിന്ന് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ എന്ത് കൊടുക്കുകയാണ്, അതിന് വാതിൽ തുറന്നു കൊടുക്കുകയാണ്. ചില PTA കമ്മിറ്റികളിലൊക്കെ ഉള്ള ചില ആൾക്കാരുണ്ട്, നമ്മൾ PTA കമ്മിറ്റിയാകുമ്പോൾ നമ്മൾ ഉഷാറാക്കണം. അപ്പൊ എന്ത് തുടങ്ങുകയാണ്? സ്കൂളിൽ എന്തെല്ലാം ആഭാസങ്ങൾ തുടങ്ങാൻ പറ്റുമോ തുടങ്ങി കൊടുക്കുകയാണ്. സ്കൂളുകളിൽ ഈ പ്രാവശ്യം ഓണാഘോഷം സ്കൂളുകളിൽ വേണ്ട എന്ന് ഗവൺമെന്റ് ഔദ്യോഗികമായി തീരുമാനിച്ചു. പക്ഷെ PTA അടങ്ങിക്കൂല. വലിയ ഇബാദത്തുള്ള കാര്യമല്ലേ? മുസ്ലിം മാനേജ്മെന്റുകളിലാണ് ഞാൻ പറയുന്നത്. ഞാൻ PTA പ്രസിഡന്റ് ആകുമ്പോൾ സെക്രട്ടറി ആകുമ്പോൾ അത് നടക്കാൻ പറ്റില്ലല്ലോ. എല്ലാവരും വിളിച്ചുകൂട്ടി നല്ല ജോറായിക്കൊണ്ട് 10,000 കാശ് വിരിച്ച് ഓണാഘോഷ പരിപാടികൾ, നല്ല ഡാൻസും കൂത്തും എല്ലാ ഹറാമുകളും മാമാങ്കങ്ങൾ നടക്കുകയാണ്. ആണും പെണ്ണും കൂടിക്കലരാനുള്ള അവസരം ഉണ്ടായി കൊടുക്കണം. ആരുണ്ടായി കൊടുത്തത്? ഞാനെന്ന PT, ഞാനല്ലേ അതിന്റെ ഭരണാധികാരി. നമ്മളാവുന്ന സമയത്തല്ലേ ഓരോന്നും തുടക്കം കുറിച്ചു കൊടുക്കുകയാണ്. ഞാൻ അധ്യാപകനായ കാലത്ത്, ഞാനത് ഏറ്റെടുത്ത കാലഘട്ടത്തിൽ, എന്നിട്ട് ആളുകൾക്ക് ഈ കഞ്ചാവും അതേപോലെ തന്നെ MDMA ഒക്കെ വിൽക്കുന്ന ആളുകൾക്ക്, വിതരണം ചെയ്യുന്ന ആളുകൾക്ക് കൂടുതൽ അത് വിതരണം നടക്കുക ഇങ്ങനെ മാമാങ്കങ്ങൾ ഉണ്ടാവുമ്പോഴാണ്, ആർട്സും സ്പോർട്സും ഇങ്ങനെയുള്ള പിന്നെ ആഘോഷങ്ങളൊക്കെ ഉണ്ടാവുമ്പോഴാണ് എല്ലാത്തിനും അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ്. പിന്നെ അത് എല്ലാ കൊല്ലം അങ്ങനെ നടന്നോളൂ. അതുകൊണ്ട് സഹോദരന്മാരെ, ആലോചിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനും. മറ്റുള്ളവർ ചെയ്ത് ആസ്വദിച്ചിട്ട് നമുക്കൊരു ആസ്വാദനം ഇല്ലാതെ നമ്മളെ ഖബറ് കിടക്കുന്ന സമയത്ത് അതിന്റെ പാപഭാരം പേറേണ്ട അവസ്ഥ, മീസാനിൽ പേറേണ്ട അവസ്ഥ, നരകത്തിൽ പേറേണ്ട അവസ്ഥ ഒരു മുഅ്മിൻ ഉണ്ടാകാൻ പാടില്ല. ആലോചിക്കണം. കുടുംബത്തിൽ ഒരു ഹറാമ് കാണിച്ചു കൊടുക്കണ്ട, മക്കൾക്ക് കാണിച്ചു കൊടുക്കണ്ട, തറവാട്ടിൽ കാണിച്ചു കൊടുക്കണ്ട, നമ്മൾ ആലോചിക്കേണ്ടതാണ്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്നിട്ട് ഈ ആയത്തോതി, ഈ ആയത്തിന്റെ അവസാനം എന്താ, ബാക്കി ഭാഗം എന്താ? റസൂലുള്ളാഹി പറയുകയാണ്, വലാ തകൂനു കല്ലദീന നസുല്ലാഹ ഫഅൻസാഹും അൻഫുസഹും. അല്ലാഹനെ മറന്ന് ജീവിച്ച ആളുകളെ പോലെ നിങ്ങളാകാൻ പാടില്ല. ഫഅൻസാഹും അൻഫുസഹും. അല്ലാഹനെ മറന്നപ്പോൾ അവരെ തന്നെ അല്ലാഹ് അവർക്ക് മറപ്പിച്ചു. അല്ലാഹ് അവരെയും മറന്നു, പിന്നെ അവർ മറന്നു, ഒരു ദുനിയാവിന്റെ ആളുകളായി. പരലോക ബോധമില്ലാതെ അവരെങ്ങനെ ജീവിച്ചു മരിച്ചുപോയി. ഉലൈക ഹുമുൽ ഫാസിഖൂൻ. അവരാണ് തെമ്മാടികൾ, അവരാണ് ഫാസിഖീങ്ങൾ. എന്നിട്ട് അല്ലാഹ് തുടർത്തുകയാണ്, ലാ യസ്തവി അസ്ഹാബുൻ നാരി വ അസ്ഹാബുൽ ജന്ന. സ്വർഗക്കാരും നരകക്കാരും ഒരിക്കലും തുല്യമാകുന്ന പ്രശ്നമില്ല. ഈ ഫാസിഖീങ്ങളായ തെമ്മാടികളായ തോന്നിവാസികളായ ആളുകൾ പടച്ചറപ്പിന്റെ നരകത്തിലേക്കാണ് പോകാനുള്ളത്, അള്ളാഹുവിന്റെ ദാവാഗ്നിയിലേക്കാണ് പോകാനുള്ളത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളായ സത്യവിശ്വാസികളായ പടച്ചറപ്പിന് ഓർമ്മയുള്ള ആളുകൾ സ്വർഗത്തിലേക്കാണ് പോകാനുള്ളത്. അതുകൊണ്ട് ലാ യസ്തവി അസ്ഹാബുൻ നാരി വ അസ്ഹാബുൽ ജന്ന. സ്വർഗക്കാരും നരകക്കാരും തുല്യമാകുന്ന പ്രശ്നമില്ല സഹോദരി. രണ്ടും രണ്ടാണ്. ഒന്ന് തൗഫീഖ് കിട്ടിയവരാണ്, ഒന്ന് അഭിശപ്തനാക്കപ്പെട്ടവരാണ്. രണ്ടും രണ്ടാണ് സഹോദര. ലാ യസ്തവി അസ്ഹാബുൻ നാരി വ അസ്ഹാബുൽ ജന്ന. അസ്ഹാബുൽ ജന്നതി ഹുമുൽ ഫായിസൂൻ. സ്വർഗക്കാർ അവർ വിജയികളാണ്. അവർ സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും ലോകത്താണുള്ളവർ. പിന്നെ അവിടെ പ്രയാസങ്ങളില്ലാത്ത ലോകമാണത്. ഖാലിദീന ഫീഹ അബദ. അവർ കാലാകാലം അവിടെയാണ്. നരകക്കാരും കാലാകാലം നരകത്തിലാണ്. അത് രണ്ടും രണ്ട് ലോകമാണ്. അതുകൊണ്ട്
ഈ ലോകത്തിലെ ഈ കാലഘട്ടത്തിലെ വൈബ് അത് ഇതാണ്, ആ വൈബ് അതല്ലേ, അതിന്റെ രസം അതല്ലേ എന്ന് വിചാരിച്ച് പോയിട്ടുണ്ടെങ്കിൽ പ്രശ്നമാണ്. അതുകൊണ്ട് ആലോചിച്ച് പോകണം, നന്മയുടെ ആളുകളാണോ തിന്മയുടെ ആളുകളാണോ എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന മുത്തഖികളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും നമ്മളെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ സമ്പത്തിലും മക്കളിലും എല്ലാം അള്ളാഹു ഖൈറും ബറക്കത്തും നിറക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരിച്ചുപോയ ആളുകൾക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അവരെയും നമ്മളെയും ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار وادخلنا الفردوس يا رب العالمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله وسلم على خير خلقه محمد وعلى آله وصحبه وسلم تسليما كثيرا والحمد لله رب العالمين.